നമസ്കാരം. ടീ ടൈം ടോക്സിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചു. എന്നാൽ പുറത്തു നടക്കുന്ന നാടകങ്ങൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ നടക്കുന്ന നാടകം നമ്മുടെ അനുമോളും വിനുവും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. എന്തൊരു ചൂടുള്ള വാർത്ത അല്ലേ? അനുമോളുടെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമുള്ള സമ്മർദ്ദം കാരണം വിനു അനുവിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു അവാർഡ് ഫംഗ്ഷനിൽ അനുവിനും ഒരു അവാർഡുണ്ടായിരുന്നു, വിനുവിനും ഒരു അവാർഡുണ്ട്. അവിടെ വെച്ച് വിനു ബിന്നിയെ കാണാനിടയായി. വിനു ബിന്നിയോട് തുറന്നടിച്ച് സംസാരിച്ചു. ഞാൻ നിങ്ങളെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അനുവിൻ്റെ വേറെ ഫാൻസ് ഗ്രൂപ്പാണ് അത് ചെയ്തത്. അതിൽ അനുവിൻ്റെ ചേച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുമുണ്ട്. വിനു ഈ പറഞ്ഞത് മുഴുവൻ അനുവിൻ്റെ ചേച്ചി അറിയാനിടയായി. അത് ചേച്ചിക്ക് വളരെയധികം വിഷമമുണ്ടാക്കുകയും അനുവിനോട് നേരിട്ട് അവൾ വിളിച്ചു പറയുകയും ചെയ്തു. പിന്നീട് അനുവും വിനുവും കൂടി ഇതിനെക്കുറിച്ച് സംഭാഷണമുണ്ടായി. ആ ഒരു സംഭവം പരസ്പരം സോഷ്യൽ മീഡിയയിൽ ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. ബിന്നിയുടെ വാക്ക് കേട്ടിട്ട് അനു വിനുവിനെ കുറ്റപ്പെടുത്തിയത് വിനുവിനെ വളരെയധികം ബാധിച്ചു. അവനത് വളരെയധികം വിഷമമുണ്ടാക്കി. അനു വിന്നറായ ശേഷം അവളുടെ കയ്യിൽ നിന്ന് വിനു ഒരുപാട് സഹായങ്ങൾ പ്രതീക്ഷിച്ചതായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം അനുവിന് ലഭിച്ച കാർ അത് വിനുവിന് നൽകുമെന്ന് വിനു കരുതിയിരുന്നു എന്നാണ് തോന്നുന്നത്. എന്നാൽ അനുവിനെ നമുക്കറിയാമല്ലോ, അനുവിൻ്റെ കയ്യിൽ കിട്ടിയ ഒരു സംഭവങ്ങളും വേറൊരാൾക്ക് കൊടുക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അതെല്ലാം സമ്മാനങ്ങൾ രൂപത്തിൽ അവൾ സൂക്ഷിച്ചു വയ്ക്കുകയാണ് പതിവ് എന്നാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ഇവിടെ സംഭവിച്ചത് ബിന്നി അനുമോളോടുള്ള പ്രതികാരം കറക്റ്റായിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുത്തു. അതാണ് ഉണ്ടായത്. അതിന് ഇരയായത് വിനുവും. ഞാനൊന്ന് പറയട്ടെ, എല്ലാ സുഹൃത്ത് ബന്ധങ്ങളും എല്ലാ സ്നേഹബന്ധങ്ങൾക്കും ഇടയിൽ നമുക്കുണ്ടാവുന്ന സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഛിന്ന ഭിന്നമാവാൻ കാരണമാവുന്നത്. ആ സ്വാർത്ഥ താല്പര്യങ്ങൾ നമുക്ക് മാറ്റിവെച്ചൂടെ? സ്നേഹബന്ധങ്ങൾക്കിടയിൽ എന്തിനാണ് ആ സ്വാർത്ഥത? ഈ സ്വാർത്ഥതയ്ക്ക് ഒരു ഗുണവും എവിടെയും കിട്ടുന്നില്ല. അത് മനസ്സിലാക്കി ജീവിച്ചാൽ നമുക്ക് നന്ന്. ഓക്കെ, ബൈ. നമുക്ക് വീണ്ടും കാണാം.